ലഹരി വിരുദ്ധ ക്യാമ്പയിനുകളിൽ ഏറ്റവും പ്രധാനം സ്കൂളിൽ നടക്കുന്ന പരിപാടികൾക്കാണെന്ന് പറയാൻ യാതൊരു മടിയുമില്ല. കാരണം അതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്, അതിനെ തുടരേണ്ടതുണ്ട്. വിദ്യാർത്ഥികളിൽ വളർന്നു വരുന്ന അമിത ലഹരി ആസക്തി കുറയ്ക്കുന്നതിൽ ഇത്തരം പരിപാടികൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. പരിപാടികളിലെ പ്രാസംഗികർ കുട്ടികളെ നേരിൽ കണ്ടും മനസ്സിലാക്കിയുമാണ് ഓരോ കാര്യങ്ങളും സമൂഹത്തോട് പറയുന്നത്. ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടികളിലെ സജീവ സാന്നിധ്യമായ വിമുക്ത ഭടൻ സുധിലാൽ ചില അനുഭവങ്ങളുമായി നമ്മോടൊപ്പം ചേരുകയാണ്. അതിലേക്കാണ് ഇനി. പ്രായവും പരിധിയുമില്ലാതെ കേരളത്തിൽ ലഹരി ഉപയോഗം വർദ്ധിക്കുന്ന കാലം. വലിയൊരു പങ്കും ലഹരിക്കണിയിൽ അകപ്പെടുന്നത് സ്കൂൾ പ്രായത്തിൽ. ഇത് മനസ്സിലാക്കിയാണ് സർക്കാരും സാമൂഹിക സന്നദ്ധ സംഘടനകളുമൊക്കെ ലഹരി വിരുദ്ധ പരിപാടികളുടെ തുടക്കം സ്കൂളുകളിൽ നിന്നാക്കിയത്. പേന പിടിക്കേണ്ട കൈകളിൽ ലഹരി വിളയാടുന്ന കെട്ടകാലത്ത് വാക്കുകൾ കൊണ്ട് അവരെ തിരുത്തുകയാണ് വിമുക്ത ഭടൻ സുധിലാൽ. 4ാം ക്ലാസ് 5ാം ക്ലാസ് തൊട്ടേ കുട്ടികൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് ആദ്യ പടിയിലേക്ക് പോകുന്ന കാഴ്ചപ്പാടാണ് നടക്കുന്നത്. ഇന്ന ലഹരി പദാർത്ഥങ്ങൾ ശരീരത്തിന് ദോഷമാണ്, അതുകൊണ്ട് ഞാനിത് തൊടുകയില്ല, ഉപയോഗിക്കുകയില്ല എന്നൊരു പ്രതിജ്ഞ എല്ലാ ആഴ്ചകളിലും കുട്ടികളെ കൊണ്ട് എടുപ്പിക്കുകയും ആ കുട്ടികളിൽ ഇങ്ങനെ തുടർച്ചയായിട്ടൊരു അവരൊരു ടച്ച് വേണം. നമുക്ക് +2 വരെയാണ്, ആ കാലഘട്ടം വരെയാണ് നമുക്ക് ആ കുട്ടികളെ നേർവഴിക്ക് നടത്താനുള്ളൊരു സമയം. അത് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ തെറ്റും ശരിയും തിരിച്ചറിഞ്ഞിട്ട് അവന് ഇഷ്ടമുള്ള രീതിയിൽ പോകാം. പക്ഷെ നമുക്ക് അതിനു മുമ്പാണ് നമുക്ക് ഇവരെ കൈകാര്യം ചെയ്യേണ്ടത്. സ്കൂളുകളിൽ മാത്രമല്ല, നാടിന്റെ നാനാതുറകളിലും ലഹരിക്കെതിരെ സുധിലാലിന്റെ ശബ്ദം ഉയർന്നിട്ടുണ്ട്, അതിരുകളില്ലാതെ. അച്ഛനും അമ്മയും മദ്യപിക്കുന്ന വീടുകൾ നമ്മുടെ കയ്യിലുണ്ട്, നമ്മുടെ അറിവിലുണ്ട്. എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് ചോദിച്ചത്, എൻ്റെ സ്വപ്നം എൻ്റെ വൈഫും എൻ്റെ കുട്ടികളുമായിരുന്നു വൈകുന്നേരം എൻ്റെ വീട്ടിലിരുന്ന് അല്പം കഴിക്കുന്നതാണ് എൻ്റെ ആഗ്രഹം. പല വീടുകളിലും അതാണ് അവസ്ഥ. സിന്തറ്റിക് ലഹരികൾക്കെതിരായ പ്രചാരണം കൊണ്ട് മാത്രം കാര്യമില്ലെന്ന് സുധിലാൽ. ഇപ്പോൾ പലരും പറയും കഫ് സിറപ്പ് കഴിക്കുന്നില്ലേ, അല്ലെങ്കിൽ ചായയും കോഫിയും കുടിക്കുന്നില്ലേ. ശരിയാണ്, എല്ലാ ലഹരി പദാർത്ഥങ്ങളും ഉപേക്ഷിക്കേണ്ടതാണ്. ആ ലഹരി പദാർത്ഥങ്ങളെല്ലാം ശരീരത്തിന് ദൂഷ്യം ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ സമൂഹത്തിന് ദോഷം ചെയ്യുന്നവരാണ്. ഇന്ത്യൻ നേവിയിൽ നിന്ന് വിരമിക്കുമ്പോൾ പ്രതിമാസം ലഭിക്കുന്ന മദ്യം വേണ്ടെന്ന് എഴുതി നൽകി സർട്ടിഫിക്കറ്റും വാങ്ങിയാണ് സുധിലാൽ പടിയിറങ്ങിയത്. എക്സ് സർവീസുകാർക്ക് മദ്യം കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഞാൻ എക്സ് സർവീസുകാരനാണ്. സർക്കാർ അടിയന്തരമായി അത് ആവശ്യമുള്ളവർക്ക് മാത്രം കൊടുക്കുക. ഇപ്പോൾ ആ ആളില്ലെങ്കിൽ ഭാര്യയോ മകളോ വന്നാൽ മദ്യം കൊടുക്കാതിരിക്കുക. ഏതായാലും ആ പട്ടാളക്കാരന് വേണ്ടി കൊടുക്കുന്നതാണെന്നാണല്ലോ വെപ്പ്. അവരുടെ കൂടെ വരുന്ന കുട്ടിക്ക് അത് കഴിക്കണമെന്ന് തോന്നിയാൽ എന്താണ് നമുക്ക് അവരോട് പറയാൻ കഴിയും? എന്തെങ്കിലും പറയാൻ പറ്റുമോ? കേരള എക്സൈസ് ഉൾപ്പെടെ ലഹരി വിരുദ്ധ പരിപാടികൾ നടത്തുന്ന എല്ലാവർക്കുമൊപ്പം സുധിലാലും കൈകോർക്കും. നല്ലൊരു നാളേക്കായി. 24 ആലപ്പുഴ. എന്തായാലും സുധിലാലിന് ഒരു വലിയ സല്യൂട്ട് കൊടുക്കണം. ഈ പുതിയ കാലത്ത് ഇപ്പോൾ നമ്മൾ 24 കണ്ടന്റിന്റെ ഭാഗമായി കായംകുളത്ത് സ്കൂളിൽ പോയി പരിപാടിക്ക് പോയി. അപ്പോൾ അവിടെ ഒരു എക്സൈസ് ഉദ്യോഗസ്ഥൻ പറയുമായിരുന്നു. അപ്പോൾ അവർ നടത്തിയ പരിശോധന സ്കൂളിൽ നിന്ന് ഒരു ഡയറി കിട്ടുന്നു. ഒരു ബുക്ക്, കറക്റ്റ് ബുക്കാണ്. ആ ബുക്കിന്റെ നടുക്ക് ഒരു പേജ് ഇങ്ങനെ ഇരിക്കുകയാണ്. അത് കീറി നാക്കിൽ വെക്കുക മാത്രമേ ഉത്തരവാദിത്തമുള്ളൂ. അത് കണ്ടാൽ ആർക്കും തിരിച്ചറിയില്ല. അങ്ങനെ പുതിയ പുതിയ സങ്കേതങ്ങൾ, പുതിയ പുതിയ വഴികൾ വരികയാണ്. അപ്പോൾ നമ്മൾ ഇത് കുത്തിയിരുന്ന കുഞ്ഞുങ്ങൾ കാണണം എന്ന് പറയാനുള്ള കാരണം ഈ പലവിധ വഴികൾ അവരോട് അറിഞ്ഞിരിക്കണം. പെടുത്താനുള്ള പല വഴികളും കാണും. വിദഗ്ധന്മാരെ ക്ലാസ് എടുക്കും. ഏതൊക്കെ ചതിക്കുഴിയാണ് രൂപാന്തരപ്പെട്ട് വരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.